നടക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് ഡോക്ടർ ദീപാരാജ് എഴുതിയ ചിത്രകഥയിലെ മുയൽക്കുഞ്ഞ് എന്ന് പറയുന്ന കവിതാ സമാഹാരവും, ഇലകൾ ചില്ലകളും മിണ്ടാതായപ്പോൾ എന്ന കവിതാ സമാഹാരവും ഉഷാ ഭവാനിയുടെ കവിതാ സമാഹാരവുമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിനായി ശ്രീ വെള്ളനാട് രാമേന്ദ്ര സാറിനെ, ചരിത്രകാരനായ ശ്രീ വെള്ളനാട് രാമേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വയസ്സായപ്പോൾ കണ്ണാടി വെച്ചാലേ കാണാവൂ. ഉയർമറി പബ്ലിക്കേഷൻ്റെ 2 കവിതാ സമാഹാരങ്ങളാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ കവിതയുമായി വായനാബന്ധമല്ലാതെ മറ്റു ബന്ധമൊന്നുമില്ലാത്ത ഒരാളായ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനാദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. സാധാരണ സാഹിത്യത്തെ നമ്മൾ പലതായി തരംതിരിക്കാറുണ്ട്. സർഗസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഭക്തി സാഹിത്യം എന്നൊക്കെ. പക്ഷേ ഇതിൽ ഈ വൈജ്ഞാനിക സാഹിത്യത്തിലെ ആണ് പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത്. അതിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്നത് കവികളെയാണ്. അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നാണ്. കാവ്യലോകത്തെ പ്രജാപതികളാണ് കവികൾ എന്നൊരു സങ്കല്പം പോലും ഉണ്ടാകുന്നു പഴയ ഭാരതീയ സങ്കല്പത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എല്ലാ വൈജ്ഞാനിക സാഹിത്യങ്ങളും ഒരു ആദ്യകാലത്ത് രൂപപ്പെട്ടിട്ടുള്ളത് കാവ്യ രൂപത്തിലാണ്. അത്തരത്തിൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന 2 സുഹൃത്തുക്കളാണ് ഈ പുസ്തകം, 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകം ചിത്രകഥയിലെ മുയൽക്കുഞ്ഞ്, ഡോക്ടർ ദീപാരാജ്. തൊഴിൽ കൊണ്ടവർ ഡോക്ടറാണ്, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗവും കാവ്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അടിസ്ഥാനപരമായി തന്നെ ബന്ധമുണ്ട്. കാര്യം അഷ്ടാംഗ ഹൃദയം എന്ന വാഗ്ഭടൻ എഴുതിയിരിക്കുന്നത് കാവ്യഭാഷയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹം ഒരു കവിയായിട്ട് മറ്റ് സർഗസാഹിത്യമാണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ കാളിദാസനും എത്രയോ മുമ്പേ അറിയപ്പെടേണ്ടുന്ന ഒരാളാണ് വാഗ്ഭടൻ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ, അതായത് കാരികളായും ശ്ലോകങ്ങളായും അവതരിപ്പിച്ചാൽ മാത്രമേ വിഷയങ്ങൾ ഹൃദിസ്ഥമാക്കി വയ്ക്കാനും അത് ചൊല്ലിപ്പഠിക്കാനും ഒക്കെ കഴിയൂ എന്നൊരു സങ്കല്പമാണ് പ്രാചീന കാലത്തുണ്ടായിരുന്നത്. അങ്ങനെയാണ് കാവ്യം, അതായത് കവിത്വം വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ദീപരാജ് എഴുതിയ ചിത്രകഥയിലെ മുയൽക്കുഞ്ഞ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണിപ്പോൾ പ്രകാശനം ചെയ്യുന്ന കൃതികളിലൊന്ന്. മരണത്തെ പുൽകാതിരിക്കാൻ പ്രാണനെ പ്രണയിക്കുന്ന കവിയാണ്. അതിനകത്തെ കവിത തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തെ പുൽകാതിരിക്കാൻ പ്രാണനെ പ്രണയിക്കുന്ന കവി. അവരുടെ എല്ലാ കവിതകളിലും അടിസ്ഥാന വിഷയം ദുഃഖമാണ്. ഒരുപക്ഷെ ബുദ്ധനാണ് ലോകത്ത് ആദ്യമായി ദുഃഖത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ 4 സത്യങ്ങൾ, 4 ആര്യ സത്യങ്ങളിൽ ദുഃഖം, ദുഃഖകാരണം, ദുഃഖ നിവാരണം, അഷ്ടമാർഗം. അതിലവസാനത്തെ ദുഃഖ നിവാരണവും അഷ്ടമാർഗവും ഒഴികെ ദുഃഖവും ദുഃഖകാരണവും വളരെ ഭംഗിയായി തന്നെ അടയാളപ്പെടുത്തുകയാണ് ഈ കൃതിയിലൂടെ ഡോക്ടർ ദീപാരാജ്. ഞാൻ ഇതിലൊന്നും അവതരിപ്പിക്കുന്നതിൽ ഒന്നും കിടക്കുന്നില്ല. കാരണം അവതരിപ്പിക്കാൻ ശേഷിയും ശേമുഷയുമുള്ള ഡോക്ടർ ബീനയുണ്ട്. ആ ബീനയുടെ അവകാശത്തിലേക്കും അധികാരത്തിലേക്കും ഒന്നും ഞാൻ കടന്നു ചെല്ലുന്നത് മര്യാദകേടല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് 2ാമത്തെ പുസ്തകം അവതരിപ്പിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഇലകൾ ചില്ലകളോട് മിണ്ടാതായപ്പോൾ. ഇലകൾ ചില്ലകളോട് മിണ്ടാതായപ്പോൾ. ഇതിനകത്ത് സ്ഥായിയായ ഭാവം ദുഃഖമാണെങ്കിലും പ്രതീക്ഷാ നിർഭരമാണ് കവി, നിർഭരയാണ് കവി. കാര്യം അതിനകത്ത് ബുദ്ധൻ പറഞ്ഞ ദുഃഖത്തിനെയാണ് ആദ്യത്തെ കവി അവതരിപ്പിക്കുന്നത് എങ്കിൽ ഇതിനകത്ത് ദിഗംബരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വൃക്ഷരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദിഗംബരൻ നിങ്ങൾക്കറിയാം, ജൈന സങ്കല്പത്തിൽ വരുന്നതാണ് ദിഗംബരനും ശ്വേതാംബരനും. അതിൽ ദിഗംബരൻ എന്നുള്ള പദപ്രയോഗം പോലും വളരെ ഭംഗിയായിട്ട് തന്നെ കവി ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദലമർമരങ്ങൾ പറഞ്ഞ ദുഃഖത്തിൻ്റെ ആഴങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരൊറ്റ കവിതയെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
ആ കവിത നിനക്ക് സുഖമാണോടി, നിനക്ക് സുഖമാണോടി. ആദ്യത്തെ മലയാളി, അതായത് മനുഷ്യരെ കുറിച്ച് സാധാരണ പറയുന്നത് രണ്ട് ബ്രിട്ടീഷുകാർ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കും ഹൗ വാസ് ദ വെദർ യെസ്റ്റർഡേ എന്നാണ്. ഒരു കാലാവസ്ഥയാണ് പ്രശ്നം. രണ്ട് മലയാളികൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്? നിനക്ക് സുഖമാണോ? നിനക്ക് സുഖമായാലും നിനക്ക് അസുഖമായാലും എനിക്കൊന്നുമില്ല, അത് വെറുതെ ഒരു കാപട്യത്തിന്റെ വാചകം മാത്രമാണ് എന്ന്. പിന്നീട് ആ കവിത വായിക്കുമ്പോൾ നമുക്ക് കാപട്യത്തിനെ ദുഃഖസാന്ദ്രമായി അവതരിപ്പിക്കുകയാണ് അവിടെ ഈ കാവ്യത്തിൽ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം, ദുഃഖത്തിന്റെ ലിപികൾ വായിക്കാൻ ഒരാൾക്കേ കഴിയൂ, അത് അമ്മയ്ക്കാണ്. എങ്കിൽ നീ ഇവിടെ ഇരുന്ന് നിന്റെ മനസ്സ് നിറഞ്ഞൊന്ന് കരഞ്ഞിട്ട് പോടി എന്ന് പറയാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് കവി ഇതിനകത്ത് അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ദുഃഖത്തിന്റെ രണ്ട് മുഖങ്ങൾ അവതരിപ്പിക്കുന്ന രണ്ട് കവികളുടെ, രണ്ട് പ്രശസ്തരായ, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരായ രണ്ട് കവികളുടെ രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ആ പ്രകാശനം ചെയ്യുന്നതിന് ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സ്മിത നല്ലിടം. അത് സ്വീകരിക്കുന്നത് ഡോക്ടർ ദീപരാജിൻ്റെ പിതാവാണ്. ചിത്രകഥയിലെ മുയൽക്കുഞ്ഞ് എന്ന പുസ്തകം. അടുത്ത പുസ്തകം ഇലകൾ ചില്ലകളോട് മിണ്ടാതായപ്പോൾ, ഉഷാ ഭവാനിയുടെ പുസ്തകമാണ്, കവിതാ സമാഹാരം. അത് പ്രകാശനം ചെയ്യുന്നത് പ്രൊഫസർ ഗായത്രി വിജയലക്ഷ്മി. അത് ഏറ്റുവാങ്ങുന്നത് ഉഷാ ഭവാനിയുടെ സഹോദരി മന്ദാകിനി ദിവാകറാണ്. ആദ്യ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ സ്മിത നല്ലിടത്തെ രണ്ട് വാക്ക് സംസാരിക്കാനായി. എല്ലാവർക്കും നമസ്കാരം. ഇത്ര ഒരു ധന്യമായ സായാഹ്നത്തിൽ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചാൽ അത് വളരെയധികം സന്തോഷവും നന്ദിയും ഉള്ളവളാണ്. നേരത്തെ വെള്ളനാട് രാമേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ കവിതയിലെ സ്ഥായിയായ ഭാവം ദുഃഖമായിരിക്കാം. പക്ഷേ കവി എന്ന് പറയുന്നത് ഒരു സുഗന്ധദ്രവ്യം പോലെയാണ്. പാകമായി വിളഞ്ഞ് പഴുത്ത് അതിനെ പറിച്ചെടുത്ത് വെയിലും ചൂടുമെല്ലാം നൽകി കരിച്ച് പൊരിച്ചതിന് ശേഷം മാത്രമേ അത് സുഗന്ധം പരത്താൻ തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ അങ്ങനെ സുഗന്ധം പരത്തി തുടങ്ങിയ ദീപ ആദ്യം എഴുതുന്നത് ആ പാകപ്പെട്ട ഘട്ടമായിരിക്കും. ആ ഒരു ഘട്ടമാണ് ചിത്രകഥയിലെ മുയൽക്കുഞ്ഞ്. അതൊരു രൂപാന്തരം തന്നെയാണ് സംഭവിച്ചത്. കവിതകളിൽ ഓരോന്നും എടുത്തു നോക്കിയാൽ അറിയാം. അധികം സമയം എടുക്കുന്നില്ല, ഒരൊറ്റ കവിത മാത്രം ഉദാഹരണത്തിന് പറയാം. പെൺപാഠങ്ങൾ എന്നൊരു കവിതയുണ്ട്. അതിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ചെമ്മീൻ എന്നാണ്. ചെമ്മീനെ കുറിച്ച് കവയിത്രി പറയുകയാണ്, എനിക്കിഷ്ടമായിരുന്നില്ല, എന്നാൽ ചട്ടി മുട്ടോളം ചാടി അതിനപ്പുറവും ചാടി അതിനുശേഷം വേട്ടയാടപ്പെട്ട് ചട്ടിയിലാക്കപ്പെട്ടവളാണ് അവൾ എന്നറിഞ്ഞപ്പോൾ മെനു കാർഡിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി ചെമ്മീൻ എന്ന്. അത് തന്നെയാണ് ഒരു കവിയിലേക്കുള്ള ദീപയുടെ യാത്ര അടയാളപ്പെടുത്തുന്നത്. ദീപയ്ക്ക് എല്ലാ ആശംസകളും, ദീപയ്ക്കും ഒപ്പം പ്രകാശനം ചെയ്യപ്പെട്ട കവിക്കും എല്ലാ ആശംസകളും നേരുന്നു. ദീപ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് കവയത്രിക്ക് അപ്പുറമായി ആയുർവേദ ഡോക്ടറാണ്. BAMS-ഉം MD-യും അതിനുശേഷം ഡോക്ടറേറ്റ് PhD-യും എല്ലാം ചെയ്ത് വളരെ പ്രഗത്ഭയായ ഒരു ഡോക്ടറാണ്. അതിനുള്ളിൽ ജൈവമായിട്ടുള്ള കവിതയും കൂടി ഉൾച്ചേർത്ത ദീപയ്ക്കും എല്ലാവർക്കും ആശംസകൾ. നന്ദി. ഉഷാ ഭവാനിയുടെ ഇലകൾ ചില്ലകളോട് മിണ്ടാതായപ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച പ്രൊഫസർ ഗായത്രി വിജയലക്ഷ്മിയെ ഒരു ഭരതനാട്യ നർത്തകിയും TKM എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറുമായിരുന്ന ശ്രീ ഗായത്രി വിജയലക്ഷ്മിയെ രണ്ട് വാക്ക് സംസാരിക്കാനായി. ശ്രീമതി ഉഷാ ഭവാനിയുടെ ഇലകൾ ചില്ലകളുമായി മിണ്ടാതായപ്പോൾ എന്ന കവിതാ സമാഹാരം വായനക്കാരുടെ ഇടയിൽ എല്ലാ പ്രൗഢിയോടും കൂടി ഒഴുകി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഞാനൊരു പ്രാസംഗികയല്ല, എഴുത്തുകാരിയല്ല, ഒരു ഭരതനാട്യം നർത്തകിയാണ്. അപ്പം ഞാനൊരു പെർഫോമൻസ്. കൺകളിത്തനെ കരോടിയെത്തനെ കൺകളിത്തനെ കരോടിയെത്തനെ
കരിപ്പുലിത്തോൾകളെത്തനെ കൺകളെത്തനെ കരോടിയെത്തനെ കരിപ്പുലിത്തോൾകളെത്തനെ കരിപ്പുലിത്തോൾകളെത്തനെ എത്തനെ തിങ്കളിൻ കലേ തിങ്കളിൻ കലേ വിടങ്ങൾ ചീറും അരവങ്ങളെത്തനെ വിടങ്ങൾ ചീറും അരവങ്ങളെത്തനെ ചെരിന്തെഴും ഗംഗേ നീയും അതുപോൽ കണക്കിലേ നീരിൽ മുഴുകുവോറുകൊன்றையும் ചങ്കരിത്തുയരും അങ്കുചമ്പുവിൻ ചരുപരാഗീതു ജത്യമേ ചെരിന്തെഴും ഗംഗേ നീയുമതുപോൽ കണക്കിലേ നിന്നീരിൽ മുഴുകുവോറുകൊன்றையும் ചങ്കരിത്തുയരും അങ്കച്ചമ്പുവിൻ ഉയരും അങ്കച്ചമ്പുവിൻ ചരുപരാഗി ഇതു സത്യമേ ഇതു സത്യമേ ഇതു സത്യമേ രണ്ട് പുസ്തകങ്ങളും ഹ്രസ്വമായി അവതരിപ്പിക്കാനായിട്ട് ഡോക്ടർ ബീനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രണ്ട് കവയിത്രികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. രണ്ട് പുസ്തകം 2 മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ചെറിയൊരു ഉത്തരവാദിത്തമാണ് ഗ്രാമീണൻ ചേട്ടൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ആമുഖം വേണ്ട എന്ന് തോന്നുന്നു. ചിത്രകഥയിലെ മുയൽക്കുഞ്ഞിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ദീപയുടെ പുസ്തകമാണ്. മുയൽക്കുഞ്ഞിനെ പോലെ മൃദുത്വമാണ്. പുസ്തകത്തിനെ ഒന്ന് ഇറക്കി പിടിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല. പുസ്തകത്തിൻ്റെ പേര് സമ്മാനിച്ച ശാലിനി ഇവിടെ മുന്നിലിരിപ്പുണ്ട്. മുയൽക്കുഞ്ഞ് എന്ന പേര് വെച്ചതുകൊണ്ട് തന്നെ അതിലെ ഓരോ കവിതകൾക്കും അതുപോലൊരു മൃദുത്വവും മാർദ്ദവവും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വരികൾക്കിടയിലൂടെ പോകുമ്പോൾ മനസ്സിലെ തീവ്രതയും മനസ്സിലെ വികാരങ്ങളും എത്രത്തോളം ആഴത്തിലേക്കാണ് നമ്മളിലേക്ക് ഇറങ്ങുന്നത് എന്ന് ഒരു ഞെട്ടലോടെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഒരു അശാന്തിയുടെ ആത്മഭാഷണങ്ങൾ എന്ന ഒറ്റ വരിയിൽ ആമുഖത്ത് എഴുതിയ ഗ്രാമീണൻ ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദീപയുടെ കവിതകളിൽ മുഴുവനായിട്ടും കാണാൻ പറ്റും. സ്വയം തിരച്ചിലും കണ്ടെത്തലും ഉയർത്തെഴുന്നേൽപ്പും എന്നാണ് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ തോന്നിയത്. കുറച്ചു കാലം മനസ്സും ശരീരവും സ്വന്തമല്ലാതിരുന്നതിന് ശേഷം സ്വന്തമായി എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, എനിക്ക് സ്വന്തം ചിന്താശേഷിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഞാനായി ഇനി മുന്നോട്ട് പോയാലേ എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയുള്ളൂ. എന്നെ ചുറ്റിയിരിക്കുന്ന പ്രപഞ്ചത്തിന് അത് എന്തുമാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, വീട്ടിലെ ചുമരുകളാവട്ടെ, ഞാൻ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ അതും കൂടെ ജീവനുള്ളതാവുള്ളൂ, അതെല്ലാം ജീവനുള്ളതാവുള്ളൂ എന്നൊരു വലിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജീവിതത്തെ, കറുത്ത അധ്യായത്തെ മൊത്തം മായ്ച്ചു കളഞ്ഞുകൊണ്ട് അതിലേക്ക്
വൈറ്റ് വാഷ് ചെയ്യാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ കുഞ്ഞാണ് ദീപയുടെ മുയൽക്കുഞ്ഞ്. ആദ്യത്തെ പുസ്തകമാണ് എന്നതിൻ്റെ വലിയൊരു ഓമനത്വം ഇതിനുണ്ട്. പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയും, സ്ത്രീയുടെ എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദനയിൽ ഉണ്ടായ ഒരു കുഞ്ഞിവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അത്രത്തോളം തന്നെ മാനസികമായുള്ളൊരു വേദനയിൽ ഉയർത്ത് വന്ന ഒരു പുസ്തകമാണ് മുയൽക്കുഞ്ഞ്. മുയൽക്കുഞ്ഞിലെ അവസാനത്തെ ഒരു 4 വരി മാത്രം ഞാൻ മുയൽക്കുഞ്ഞിനെ കുറിച്ച് പറയാം. ഫെമിനിച്ചി എന്ന് നമ്മളെല്ലാവരും ഒരുപാട് കാലങ്ങളായി കേൾക്കുന്നു. നൂറ്റാണ്ടുകളുണ്ട് അതിന് പഴക്കം. ആ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനുള്ള സമയമല്ല ഇതെന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ ദീപയുടെ ഫെമിനിച്ചി, ഇലക്കട്ടിയിൽ മുനയൊടിഞ്ഞ മുള്ളെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫെമിനിച്ചി ആയത്. ഇലക്കട്ടിയിൽ മുനയൊടിഞ്ഞ മുള്ളെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫെമിനിച്ചി ആയത്. ഇതിൽ കൂടുതൽ വിശേഷണം ഫെമിനിച്ചിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ദീപയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്ത പുസ്തകം നമ്മുടെ ഉഷാ ഭവാനി മാഡത്തിൻ്റെതാണ്. മാഡത്തിനെ ഞാൻ ഇന്നാ കാണുന്നത്, പരിചയപ്പെടുന്നത്. പക്ഷേ പുസ്തകം കുറച്ചുകൂടെ എന്നെ അടുപ്പിച്ചു. ഒരു അപരിചിതത്വം തോന്നാതെ നേരെ പോയി സംസാരിക്കാൻ കഴിഞ്ഞത് ആ അക്ഷരങ്ങളാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇലകൾ ചില്ലകളോട് മിണ്ടാതായപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരാറില്ല. ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും എന്നുള്ളത് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ അതല്ല ഈ ഇലകൾ ചില്ലകളോട് മിണ്ടാതെ ആയാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളത് വളരെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി, അക്ഷരങ്ങളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സമൂഹത്തോട് വിളിച്ചു പറയാനാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പുതുതലമുറ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് കവിതയെ അടയാളപ്പെടുത്തുന്നത്. മുന്നിലിരിക്കുന്ന ഉഷാ ഭവാനിയെ ഇപ്പം എല്ലാവർക്കും കാണാം. പുതുതലമുറയിൽപ്പെട്ട ഒരാളൊന്നും അല്ല. നമ്മളെല്ലാവരും ഏതാണ്ട് 40 കഴിഞ്ഞ ആളുകളാണ്. 40 കഴിയുമ്പം ഒരു പറച്ചിലുണ്ട്, ന്യൂജൻ പിള്ളേരൊന്നും ശരിയല്ല, അവരുടെ എഴുത്തുകൾ ശരിയല്ല, അവരുടെ ചിന്തകൾ ശരിയല്ല, പ്രവർത്തനം ശരിയല്ല, അവർ മൊത്തം തെറ്റാണ് എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കാൻ വളരുന്നൊരു പ്രായമാണ്. നമ്മൾ വളരുന്നൊരു പ്രായമാണ്. അത് വളർച്ചയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും, പക്ഷേ ഇവർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, പുതുതലമുറ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് കവിതകളെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് കവിതകൾക്ക് ആമുഖമായി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തന്നു. കാരണം ആലങ്കാരികതകൾ ഇന്നത്തെ കുട്ടികളുടെ കവിതകളിൽ ഇല്ല. 1-2 ഉദാഹരണങ്ങൾ കൂടി അതിലേക്ക് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആമുഖമായി പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മാഡത്തിന് വേണമെങ്കിൽ അവിടെ പുതിയ കുട്ടികളുടെ കവിതകളിലെ 2-3 വരികൾ ചേർത്തിരുന്നെങ്കിൽ ആ പുസ്തകം, ആ ആമുഖം കുറച്ചുകൂടി കനമുള്ളതാവുമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ കുട്ടികൾ ഒരു ആലങ്കാരികതകളും ഇല്ലാതെ ഡയറക്റ്റ് വിഷയത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ അവസാന തരിയിലും നഷ്ടമായിടത്ത് നിന്നാണ് മിണ്ടലുകളെ ഒന്നായി മൗനമൂറ്റി വറ്റിച്ചത്. ഒന്നുകൂടി കേട്ടാലേ മനസ്സിലാവുള്ളൂ. വിശ്വാസത്തിൻ്റെ അവസാന തരിയിലും നഷ്ടമായിടത്ത് നിന്നാണ് മിണ്ടലുകളെ ഒന്നായി മൗനമൂറ്റി വറ്റിച്ചത്. മിണ്ടലുകളെ എത്രമാത്രം തീവ്രമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. മിണ്ടാൻ കഴിയാതെ, പറയാൻ കഴിയാതെ മനുഷ്യ മനസ്സുകൾക്കകത്ത്, വാൽമീകത്തിനകത്ത് ഒളിച്ചിരുന്ന വാക്കുകൾ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തോട്ട് വന്നതിൻ്റെ ഒരു വലിയൊരു അടയാളപ്പെടുത്തലായി ഈ പുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയും എന്ന് അടിവരയിട്ട് പറയുന്നു. ആത്മനൊമ്പരങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും നിറഞ്ഞ വിളയാട്ടമാണ് ഓരോ കവിതകളും. ഏറ്റവും സന്തോഷമുള്ളത്, ഇപ്പം നിയമസഭാ പുസ്തകോത്സവത്തിൽ ഇത്രയേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുമ്പം ഒരുപാട് പുതു എഴുത്തുകാർ മുന്നോട്ട് വരുന്നു. ഇതൊരു നല്ല വേദിയാണ്. ഒരു 10 വർഷം മുമ്പൊക്കെ കവിത എഴുതി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇന്ന് ആ ടാസ്ക് ഇല്ല. സ്വയം ഞാൻ എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ, അതിൽ വലിയ വലിയ ആലങ്കാരികതകളോ വലിയ ചമൽക്കാര ഭംഗികളോ ഒന്നുമില്ലെങ്കിലും എൻ്റെ ആത്മഭാഷണങ്ങൾ കവിതകളാക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ സ്ത്രീയുടെ തുറന്ന എഴുത്തുകൾക്ക് നമുക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയുന്ന വലിയ ഉദാഹരണം. പ്രാദേശിക പദങ്ങളുടെ പ്രയോഗം ഇതിലെടുത്ത് പറയേണ്ടതാണ്. അത്
രാമേന്ദ്ര മാഷ് പറഞ്ഞിരുന്നു, എന്താടി നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതും നിനക്ക് സുഖമല്ലേടി, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, നിനക്ക് സുഖമല്ലേടി എന്ന് തന്നെയാണ് കവിതയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. മറഞ്ഞു പോയോള്, കുറെ ഇതുണ്ട്, 52 കവിതകളാണെങ്കിലും അതിലെല്ലാത്തിൻ്റെ പേരും വളരെ പ്രാദേശിക തനിമയോടുകൂടി തെളിമയോടുകൂടി എഴുതിയിട്ടുള്ള വരികളാണ്. ആമുഖമായി തുടങ്ങിയത് ഉഷാ മാഡം കവിതകൾക്ക് ആമുഖമായി തുടങ്ങിയ ഒരു വരിയുണ്ട്. ആ വരി നല്ല രസമുണ്ടായിരുന്നു വായിച്ചപ്പോൾ. എന്താന്ന് വെച്ചാൽ, മനസ്സ് സിഗ്നലില്ലാത്ത തെരുവിലൂടെ ചിതറിയോടിയ ചിന്തകൾ. മനസ്സ് സിഗ്നലില്ലാത്ത ഒരു തെരുവിലൂടെ ചിതറിയോടിയപ്പോൾ കണ്ട കുറേ ചിന്തകളാണ് ഞാനിവിടെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത്. ആ ചിന്തകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് പുസ്തകങ്ങളും എല്ലാവരും വായിക്കണം. ഉയർമൊഴി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ടുപേർക്കും നല്ല എഴുത്താശംസകൾ നേരുന്നു. സമയം ഒരുപാട് ഉള്ളത് കൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് ഒരു ആശംസ പറയാനായിട്ട് ഹരിയേറ്റുമാരൂരിനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും മറുപടി പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു. ഒറ്റ വാക്ക് പറയാൻ പറ്റത്തില്ല, 2 വാക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. കൊതുകിനെ കൊല്ലുവാൻ എന്ത് നല്ലു, ഗരുഡേരെ എന്ന് വിളിച്ചു നോക്കൂ എന്ന് കുഞ്ഞുണ്ണി മാഷ് ഈ പുസ്തകം ചിത്രകഥയിൽ മുയൽക്കുഞ്ഞ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, മരിക്കാതിരിക്കുവാൻ എന്തു നല്ലു, പ്രണയം മനസ്സിൽ നിറച്ചുകൊള്ളൂ എന്നാണ്. പിന്നെ ബീന ഇവിടെ പറഞ്ഞതിന് അടിവരായിട്ട് വേറെ കുഞ്ഞുണ്ണി കവിത കൂടെ പറയാം. അതിൽ പറഞ്ഞെങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ലാണ്ടായാൽ ഈ ബ്രഹ്മാണ്ടവും ഇങ്ങനെയല്ലാണ്ടായിടും അമ്പട ഞാനേ. ആശംസകൾ. ദീപാരാജിനെ മറുപടിക്കായി ക്ഷണിക്കുന്നു. ഒരു മിനിറ്റിൽ അല്ലേ എല്ലാം പറയണം. ആദ്യത്തെ പുസ്തകം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം, വേദിയിലും സദസ്സിലും ഒക്കെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. 12 വർഷം കണ്ണൂരിൽ നിന്നതിന് ശേഷം നെടുമങ്ങാടെയൊക്കെ എത്തിയത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള എൻ്റെ ഒരു പുസ്തകം, അതായത് ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എഴുത്തുകളെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ സഹായിച്ചത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരു പറ്റം ആളുകൾ എൻ്റെ കയ്യെ പിടിക്കാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഒരു മുയൽക്കുഞ്ഞ് തന്നെയാണ്, പക്ഷെ എന്നെ കൂടെ കൂട്ടാൻ ഒരുപാട് പേര്. ഇപ്പം സെബി സാറ് ഞങ്ങളുടെ CMO ആയിരുന്നു. സാറിൻ്റെ പേഷ്യൻ്റായിട്ട് അനശ്വര വരുന്നു, കവിത ചൊല്ലിക്കേൾപ്പിക്കുന്നു, ശാലിനി പുസ്തകത്തിന് പേരിടുന്നു, ഗ്രാമീണൻ ചേട്ടൻ്റെ അടുത്ത് എത്തുന്നു, ഉയർമൊഴിയിലെത്തുന്നു, പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ഒരു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് നെടുമങ്ങാടേക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നു. എല്ലാവരും, ഓരോ ആളും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, എത്രയോ വർഷം മുമ്പ് ഞങ്ങൾ 20 വർഷം ഒന്നിച്ച് പഠിച്ച ഒരു സൗഹൃദം, ഞാൻ സമയം നോക്കി വന്നതാ കേട്ടോ എന്ന് പറഞ്ഞ് എത്തുന്നു. ആളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. എല്ലാവരും എൻ്റെ കൈ പിടിക്കാൻ ഒരുപാട്, ഈ മുയൽക്കുഞ്ഞിൻ്റെ കൈ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ ചുറ്റും നിൽക്കുന്നത് പോലെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരോടും നന്ദി. എൻ്റെ പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഈ ഒരു സദസ്സിൽ ഞാൻ അതും ഇതുപോലൊരു സദസ്സിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ രചയിതാവ് ഉഷാ ഭവാനിയെ മറുപടിക്കായി ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇവിടെ എന്താണ് നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ 2ാമത്തെ പുസ്തകമാണിത്. ഈ പുസ്തകം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രകാശിതമാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ ഗ്രാമീണനുള്ളതാണ്. ഇങ്ങനൊരു പുസ്തകം എന്നുള്ളൊരു ആശയം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം വളരെ കൈപ്പേറിയ അനുഭവമായിരുന്നു ആദ്യത്തെ പുസ്തകമുണ്ട്. അതോടുകൂടി മതിയായി പുസ്തകം. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് എഴുതിക്കൂട്ടിങ്ങനെ അതങ്ങ് വിട്ടുകളഞ്ഞതേ ഉള്ളൂ. ഗ്രാമീണനാണ് വിളിച്ചെന്നോട് പറഞ്ഞത്, ഇയാൾ കവിത ഇട്ട് തരൂ. അവസാനിച്ച് സ്ട്രിക്റ്റായിട്ട് തന്നെ എന്നോട് പറഞ്ഞത്, ഇയാൾ കവിത ഇട്ട് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഗ്രാമീണൻ ഇത്ര പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കവിതകളൊക്കെ വളരെ അലസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ ഗ്രാമീണൻ വഴക്ക് പറയുന്നത് പേടിച്ചിട്ട് പെട്ടെന്ന് വളരെ സ്പീഡാണ്. എനിക്കറിയില്ല, ഈ ഫോൺ വിളിച്ചത് ഒരു ഡിസംബർ 13-ാം തീയതിയാണ്. പക്ഷേ ഈ ജനുവരി 7-ാം തീയതി പുസ്തകം അച്ചടിച്ചു. ഉയർമൊഴിയും ഗ്രാമീണനും അമേസിങ്
എന്താണ് വർക്ക്. പിന്നെ അങ്ങനെ പുസ്തകം ഇവിടെയായി ഞാനിപ്പം നിങ്ങളുടെ വേദിയിൽ നിന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇടുന്നു. സ്വപ്നം കണ്ട പോലെയുണ്ട്. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വളരെയേറെ സന്തോഷം. ഹൃദയം നിറഞ്ഞ നന്ദി. ആരോടാണ് പറയണ്ടാത്തത്? ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, ഇതിന് കാരണമായവരോടും, പിന്നെ ഈ എഴുത്തുകൾക്ക് ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിന് കാരണമായത് സകല ചരാചരങ്ങളുടെ മുമ്പിലും ശിരസ് നമിച്ചുകൊണ്ട് നന്ദി, സ്നേഹം. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഉയർമൊഴിയുടെ പുസ്തക സ്റ്റാളിലേക്ക് എല്ലാവരും എത്തുക. ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങളെല്ലാവരും വാങ്ങുക. സ്റ്റാൾ നമ്പർ B161 രാമൻ സാർ പറഞ്ഞതുകൊണ്ട് അതുകൂടി പറയുന്നു. ഓക്കെ, സന്തോഷം.